4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഒറിജിനൽ ഫോട്ടോ റിയാക്ടറാണിത്. ഏകദേശം 16 ട്യൂബ് ലൈറ്റ്സ് ഓപ്പോസിറ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വർക്ക് ചെയ്തില്ലെങ്കിൽ ഹോൾ ഫോട്ടോ റിയാക്ടർ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതേ ഫോട്ടോ റിയാക്ടർ ചീപ്പായിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇതിനു വേണ്ടി ഞങ്ങൾ അക്വേറിയം ലൈറ്റ്സാണ് യൂസ് ചെയ്തത്. ഇതാണ് ഞങ്ങൾ മേടിച്ച 2 അക്വേറിയം ലൈറ്റ്സ്. ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് വേവ് ലെങ്തും ഇൻറ്റൻസിറ്റിയും ട്യൂൺ ചെയ്യാം. ഫോട്ടോ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂളിംഗ് സിസ്റ്റമായിട്ട് ഫാനാണ് അറ്റാച്ച് ചെയ്തത്. നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന ഈ ഫോട്ടോ റിയാക്ടർ ഒറിജിനൽ ഫോട്ടോ റിയാക്ടറിനെക്കാട്ടിലും മച്ച് ചീപ്പർ ആണെന്ന് മാത്രമല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും എഫിഷ്യൻസി സെയിം ആണ്. ഒറിജിനൽ ഫോട്ടോ റിയാക്ടറിലും നമ്മൾ സെറ്റ് ചെയ്ത ഫോട്ടോ റിയാക്ടറിലും നമ്മൾ സീരീസ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തു. സെയിം പ്രോഡക്റ്റും സെയിം ഈൽഡുമാണ്. പക്ഷേ നമ്മളുടെ ചീപ്പ് ഫോട്ടോ റിയാക്ടറിൽ റിയാക്ഷൻ ടൈം കുറച്ചും കൂടെ ലോങ്ങർ ആണെന്ന് മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. റൈറ്റ് സൈഡിൽ ഞങ്ങൾ 3 ഫാൻ ഫിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും നമ്മൾ 3 ഫാൻ ഫിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളുടെ മെയിൻ കെസൽ ലാംപ്സ് നമ്മൾ കണക്ട് ചെയ്തു. ഇത്രയുള്ള ഫോട്ടോ റിയാക്ടർ ഓപ്ഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മാഗ്നറ്റിക് സ്റ്റെറിംഗ് പ്ലേറ്റ് കൂടി ആഡ് ചെയ്യാം. ഇതാണ് 16 ലൈറ്റ് കൊണ്ട് നിങ്ങൾ ആദ്യം കണ്ട കോംപ്ലിക്കേറ്റഡ് ഫോട്ടോ റിയാക്ടറിൻ്റെ സിംപ്ലിഫൈഡ് വേർഷൻ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഒരു UV ലാമ്പ് അറ്റാച്ച് ചെയ്യാം. ഇതാണ് UV ലാമ്പ്. UV ലാമ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ പ്രൊസീഡ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഓൺ ദ സ്പോട്ടിൽ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ബ്ലൂ ലൈറ്റിൻ്റെ ഫോട്ടോ റിയാക്ടറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട ഫോട്ടോ റിയാക്ടറിൽ ഒരു വേവ് ലെങ്ത് മാറ്റണമെങ്കിൽ 16 ട്യൂബ് ലൈറ്റ് മാറ്റണമെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രീൻ ലൈറ്റിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അടുത്ത ഒരു ലൈറ്റ് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ റിയാക്ഷൻ ചെയ്ത് നോക്കുന്നതിന് മുൻപായിട്ട് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ബ്ലൂ ലൈറ്റ് വളരെ ഹൈ ഇൻറ്റൻസിറ്റിയിലും ലോ ഇൻറ്റൻസിറ്റിയിലും ഈക്വലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു കാര്യം മിസ്സാവുന്നത്, നമ്മളുടെ ആദ്യം കണ്ട ഫോട്ടോ റിയാക്ടറിന് ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സിന് പകരം നമുക്ക് അലൂമിനിയം ഫോയിൽ കൊണ്ട് ഇതിൻ്റെ ചുറ്റും റാപ്പ് ചെയ്യാം. അപ്പം ഈ ബ്ലാക്ക് ബോക്സിൻ്റെ സെയിം ജോബാണ് അലൂമിനിയം ഫോയിൽ ചെയ്യുന്നത്. എനർജി ലോസ് ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ഇതിന് ചുറ്റും മുഴുവൻ അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ടാണ് നമ്മളൊരു ഗ്യാപ്പ് പോലും ഇടാതെ കവർ ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഓവറോൾ സെറ്റപ്പ്. 2 സൈഡിലുമായിട്ട് 6 ഫാനും ഒരു ലൈറ്റും ഒരു UV ലാമ്പും. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിലെ ബ്ലൂ ലൈറ്റും അലൂമിനിയം ഫോയിലും മാത്രമേ ഫോട്ടോ റിയാക്ടറിന് നിർബന്ധമായിട്ടും വേണ്ടതുള്ളൂ. ബാക്കി സ്റ്റെറിംഗ് പ്ലേറ്റും ഫാനും UV ലാമ്പും എല്ലാം ഓപ്ഷണലായിട്ട് നമ്മൾ കൊടുത്താണ്. ഇതിൻ്റെ ഒരു സേഫ്റ്റി നോട്ട്, വൺസ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മീനിങ് നിങ്ങൾ ബ്ലൂ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓഫ് ചെയ്തിട്ട് മാത്രമേ ഇതിലേക്ക് എക്സ്പോസ് ആകാവൂ. ഈ ലൈറ്റിൽ മൾട്ടിപ്പിൾ ടൈംസ് എക്സ്പോസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. കാരണം നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റാണ് കെമിക്കൽ റിയാക്ഷന് വേണ്ടി ഇപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഒരു ഫോട്ടോ റിയാക്ടർ ഉണ്ടാക്കാൻ വേണ്ടി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.